നമസ്കാരം. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഇപ്പോൾ ഓണത്തിന് സുലഭമായിട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ് പൂക്കൾ അല്ലേ? അപ്പോൾ ചെറിയൊരു പൂക്കൾ കൊണ്ട് അല്ലെങ്കിൽ റോസാപ്പൂ കൊണ്ട് ഉള്ള ചെറിയൊരു വിദ്യ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് റോസാപ്പൂ കൊണ്ടുള്ള ഫേസ് പാക്ക് നമുക്കൊന്ന് കാണാം. ഇത് കണ്ടോ, റോസാപ്പൂവ്, അതിൻ്റെ ഇതളുകൾ നമ്മൾ ഉണക്കി വെച്ച റോസാപ്പൂക്കളാണിത്. റോസ് പെറ്റൽസ്, ഉണങ്ങിയ റോസ് പെറ്റൽസ്. ഇത് നമ്മുടെ ചന്ദനം പൊടി, സാൻഡൽ പൗഡർ, ഒറിജിനൽ സാൻഡൽ പൗഡറാണ് കേട്ടോ. ഇതൊന്ന് എല്ലായിടത്തും ഇപ്പോൾ കിട്ടും എന്ന് അറിയാം. പിന്നെ ഇത് പാല്, നമ്മളുടെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന പാലാണിത്. ഇനി എന്താ നമ്മൾ പറഞ്ഞത്, ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നല്ലേ? ഇപ്പോൾ ഓണാഘോഷം നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുന്ദരികളാവണം. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു പൂവാണ് റോസാപ്പൂ. അപ്പോൾ ഇതുപോലെ റോസാപ്പൂ ഉണക്കി നമ്മൾക്ക് എടുക്കാം. നമ്മൾ ഓറഞ്ച് തൊലിയൊക്കെ ഉണക്കി പൊടിച്ച് വയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇതുപോലെ പൊടി കിട്ടും, റോസ് പെറ്റൽസിൻ്റെ പൊടി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ റോസ് പെറ്റൽ ഇത് ഉണക്കിയത് പൊടിച്ചതാണ്, മിക്സിയിൽ പൊടിച്ചെടുത്ത റോസ് പെറ്റലാണ്, ചുവന്ന റോസാപ്പൂവിൻ്റെ ഇതളുകൾ. ഇനി ഇതിൽ എങ്ങനെയാണ് പാക്ക്? വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പാക്കാണ്. പിന്നെ വളരെ നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊലിക്ക് നല്ല ഗ്ലോ കിട്ടും, അല്ലെങ്കിൽ നല്ല ഗ്ലേസിങ്, നല്ല നമ്മൾ പറയില്ലേ നല്ല ഐശ്വര്യമുള്ള മുഖം, തേജസ്സുള്ളത്, അതുപോലെയായി മാറും. അപ്പോൾ വേണ്ടത് ഇത്രയേ വേണ്ടൂ. റോസാപ്പൂ ഇതളുകൾ ഉണക്കി പൊടിച്ചെടുത്തു ഞാൻ. അതിലേക്ക് അത്ര തന്നെ ചന്ദനം പൊടി, സാൻഡൽ പൗഡർ ചേർത്തിരിക്കുകയാണ്, കണ്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് റോസാപ്പൂവും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മൾ പാലെടുക്കുകയാണ്. വേറെ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഉണക്കിയതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, വീട്ടിൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ അതൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ ഈ പാലിൽ അരച്ചെടുത്താലും മതി. റോസാപ്പൂ പാലിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ റോസ് പെറ്റൽ ഉണക്കി പൊടിച്ചെടുക്കുക. നമ്മളിവിടെ റോസ് പെറ്റലും റോസിൻ്റെ ഇതളുകളും പിന്നെ ചെമ്പരത്തി പൂവും ഉണക്കിയത് കൊടുക്കുന്നുണ്ട്. അതായത് ചെമ്പരത്തി പൂ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ എഡിബിളാണ്, രണ്ടും എഡിബിളാണ്, ശുദ്ധിയാക്കി ഉണക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ റോസ് പെറ്റൽ എടുത്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു എന്നേ ഉള്ളൂ. റോസ് പെറ്റൽ, ഒപ്പം തന്നെ നല്ല ചന്ദനം പൊടി, അതും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ആയുർവേദ കടകളിൽ നിന്ന് കിട്ടും ചന്ദനം പൊടി. അതിൽ പാൽ കൊണ്ട് മിക്സ് ചെയ്യാം. നല്ല പേസ്റ്റി പരുവം ഒന്നും ആവില്ല, പക്ഷേ ഗുണം വളരെ മികച്ചതാണ്. ഇത് 20 മിനിറ്റെങ്കിലും മുഖത്ത് കിടക്കണം. കുറച്ച് തരുതരുന്നതിനൊക്കെ ഉണ്ടാവും, കാരണം നന്നായി പൊടിഞ്ഞ നമ്മുടെ ജാറിൽ കിട്ടില്ല നമുക്ക്. പക്ഷേ ഇതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. ഇതാണ് റോസാപ്പൂ കൊണ്ടുള്ള ഫേസ് പാക്ക്. വളരെ എളുപ്പമാണ്. റോസാപ്പൂ ഇതളുകൾ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ റോസാപ്പൂ പാലിൽ അരച്ചെടുക്കുക. പിന്നെ ചന്ദനം പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക, മുഖത്തിടുക. 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. നല്ല നിറം വയ്ക്കുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അല്ല, റോസാപ്പൂ ഉണക്കിയതാണ് കയ്യിലുള്ളതെങ്കിൽ അത് പൊടിച്ചെടുക്കുക. ആ പൊടിയിൽ ചന്ദനം പൊടി മിക്സ് ചെയ്യുക, പാല് മിക്സ് ചെയ്യുക, നന്നായി കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മുഖത്ത് ലേപനമായിട്ട് പുരട്ടുക. 20 മിനിറ്റിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകിക്കളയുക. നല്ല സോഫ്റ്റ് ആവും, ചുളിവുകൾ വരില്ല, ഡാർക്ക്നെസ് ഒക്കെ പോവും, മുഖം നല്ല ഫ്രഷ് ആവും. അപ്പോൾ എല്ലാവർക്കും ഈ ചെറുവിദ്യ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എല്ലാവർക്കും ലഭ്യമായ സാധനങ്ങളാണ്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് റോസാപ്പൂവും സുലഭമാണ്. എല്ലാവരുടെ വീട്ടിലും റോസാപ്പൂ ഉണ്ടായിരിക്കും. വേണമെന്നുള്ളവർക്ക് നമ്മൾ അയച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. യാതൊരു ദോഷവും നമുക്ക് വരില്ല, കാരണം ഇതിൽ യാതൊരു കെമിക്കലും ഉള്ളതല്ല. അപ്പോൾ എല്ലാവർക്കും ഓണം സന്തോഷം നിറഞ്ഞുള്ളതാവട്ടെ. ഇതുപോലുള്ള ചെറിയ ചെറിയ വിദ്യകളും ചെറിയ ചെറിയ ഔഷധ സസ്യങ്ങളുമായി ഞാൻ വീണ്ടും വരാം. നമസ്കാരം.